ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നമ്മുടെ ബസ് ആണ് ഗൈസ് അവിടെ കിടക്കുന്നത്. കണ്ടോ, നമ്മുടെ ബസ് മോൺസ്റ്റർ ആണ്. കണ്ടോ, ഇതിലെ വണ്ടി എങ്ങനെയാണ്ടോ കണ്ടോ അതിൻ്റെ ആൾക്കാരിരിക്കും. അപ്പോൾ നമ്മൾ ക്യാരം മോഡാണ് പോകുന്നത്. നമ്മൾ എന്തോ യോഗ കാർട്ട് ഇന്തോനേഷ്യ പേരുണ്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്തോനേഷ്യ പേരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങൾക്ക് മാപ്പ് വേണ്ടി ഗൈസ്, ഇതാണ് മാപ്പ്. നമ്മളപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് സോളോയിലോട്ട് ആണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നൈസിന് ചെയ്യാം. നിങ്ങൾ ഫോണ് കേട്ടാണേ. എങ്ങോട്ട് ഗൈസ് ഫോണ് കൊള്ളത്തില്ലേ? അടിപൊളി ഫോണില്ലയോ? ഫോൺ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ബിലോ. നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങാം. ഞാൻ മാനുവലാണ് ഓടിക്കുന്നത്. എനിക്കത് ഞാൻ പെട്ടെന്ന് കയറി എങ്ങും തട്ടാതെയും മുട്ടാതെയും കൊണ്ടുപോകണം. സർവീസ് ചെയ്യാൻ പൈസ ഇല്ലേ? പൈസ നെഹിയേ. तो गाइस നമുക്ക് ബസ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ആയിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബസ് സിമുലേറ്റർ കളിക്കുന്നവർ കമൻറ്റ് ഇടും. നമ്മൾ ഇനി തൊട്ട് നമ്മൾ പുതിയ പുതിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇത് തുടങ്ങുന്നതായിരിക്കും. ലോഡിംഗ് മാപ്പ് എത്താറായിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഒടിവ് കുറവാണ്. അതുകൊണ്ട് സ്പീഡ് വന്നിട്ട് ഒരു വളവും നമുക്ക് വളയാനും പറ്റത്തില്ല. കാരണം വണ്ടിക്ക് സ്പീഡുണ്ട്, പക്ഷെ ഒടിവ് കുറവാണ്. അതാ ഗൈസ് ഈ വണ്ടിയുടെ വിഷയം എന്ന് പറയുന്നത്. വണ്ടിക്ക് സ്പീഡുണ്ട്, പക്ഷേ ഒടിവ് കുറവ്. എന്ത് കൊണ്ടാന്ന് എനിക്കറിയത്തില്ല, ഒടിവ് കുറവ്. നമ്മുടെ രണ്ടാമത്തെ ലോഡിംഗ് മാപ്പാണ്. അപ്പം നമുക്ക് മൂന്നാമത്തെ ലോഡിംഗ് മാപ്പ് ആകുമ്പം നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തും. അത് മാത്രമല്ല ഗൈസ്, നമ്മൾ ഈ സ്പീഡിൽ ഇപ്പോൾ ഒടിഞ്ഞാൽ ഇത് ഒടിയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളെ സ്പീഡിൽ പോയി ഒടിയുമ്പം ഈ ബസ് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഈ ബസ് ചിലപ്പോൾ അങ്ങ് വീഴും ഗൈസ്. നമ്മൾ ഒടിക്കുന്നുണ്ടോ ഇപ്പം തന്നെ കണ്ടെങ്കിൽ ആടുന്നുണ്ടോ. അതാണ് ഈ ബസ്സിൻ്റെ വിഷയം. കണ്ട ഇപ്പം തന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നുണ്ട്. ഇനി ബ്രേക്ക് അത്ര പോലെ.
ബസ് സിമുലേറ്ററാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം പഴയ ബസ് സിമുലേറ്റർ ക്യാരൻ മോഡ് കളിക്കുമ്പം നമുക്ക് ആൾക്കാരെ ഓരോരുത്തർ ബസ് നിർത്തിയിട്ട് കയറ്റാമായിരുന്നു. അതായത് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് നമുക്ക് ബസ്സിനകത്തോട്ട് കയറ്റാമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ, നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്ന സോളോയ. അപ്പോൾ നമ്മൾ സോളോയിൽ നിന്ന് ആളെ കയറ്റിയിട്ട് നമുക്ക് വേറെ സ്റ്റോപ്പാണതിൽ ആൾക്കാരെ കയറ്റാനായിട്ട് നേരെ നമ്മൾ എവിടെയാണ് മാപ്പിട്ട് ഇപ്പം അവിടെ കൊണ്ട് നിർത്തുക. ഇപ്പം ഈ സോളോ ഇപ്പോൾ ഈ വണ്ണോർ ഗിരി ഉണ്ട്, വണ്ണോർ ഗിരി. അതായത് നമ്മളിപ്പോൾ ആ വണ്ണോർ ഗിരിയിലെ മാപ്പ് ഇട്ടെങ്കിൽ നേരെ കൊണ്ട് വണ്ണോർ ഗിരി നിർത്തുക. അല്ല നമുക്ക് വേറെ എങ്ങും സ്റ്റോപ്പാണതില്ല. പക്ഷെ പഴയ ബസ് സിലിണ്ടറെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് പഴയതാണ് ഇഷ്ടം പുതിയതാണ് ഇഷ്ടമെന്ന്. എനിക്ക് പഴയ ബസ് സിലിണ്ടറാണ് കേസ് കുറച്ചൊരു ഇഷ്ടം. ക്യാരൻ മോഡൊക്കെ വരുമ്പം അവിടുന്ന് ഡിമ്മടിച്ചിട്ട് മാറിക്കൊന്നില്ല. ഡിമ്മടിച്ച മാറത്തില്ല. ഇങ്ങോട്ട് ഫോൺ എന്താ കാണിക്കുന്നേ? ഓ സഡൻ ബ്രേക്ക് എവിടെടാവൻ. ഇറങ്ങി അടിക്കാകത്തില്ല അവൻ. ഇല്ലേ ഇറങ്ങി അടിക്കാൻ. നമുക്ക് റൂൾസ് അല്ല. അങ്ങനെ ഗൈസ് നമ്മുടെ തേർഡ് മാപ്പ്. അപ്പോൾ നമുക്ക് ഇവിടാണ് ആൾക്കാരെ ഇറക്കേണ്ടത്. അവിടെ നിർത്തിത്തന്നു. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ഒരു മാസ് എൻട്രി എടുക്കാം. ഓക്കെ 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 ഇവിടെ നിന്നാണ് ഗൈസ് നമുക്ക് കൊടുക്കുന്നത്. ഡബിൾ ഇൻഡിക്കേറ്റർ ഗൈസ് ഇത് നമുക്ക് മാനുവൽ വേണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നും ചെയ്യാതെയായിട്ട് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.